ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GLP-1 ജേർണി, വെയിറ്റ് ലോസ് ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ള കുറച്ച് പ്രാക്ടിക്കൽ ലെസൺസിനെ പറ്റിയിട്ടാണ്. സോ GLP-1 ഞാൻ ഉദ്ദേശിച്ചത് ഇറ്റ് കുഡ് ബി ഒസംബിക്, വിക്കോവി, മൊഞ്ചാരോ പോലുള്ള ഏത് GLP മെഡിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈവൻ നിങ്ങൾ റെറ്റാട്രൂട്ടൈഡ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ഓക്കെ, സോ മെഡിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി എല്ലാം മരുന്ന് തന്നെ മാനേജ് ചെയ്യുന്നതാണ് പല എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല. മെഡിക്കേഷൻ ഒരു പാർട്ട് മാത്രമാണ്. അത് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, മെഡിക്കേഷന് മുമ്പ് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ഡ്യൂറിങ് മെഡിക്കേഷൻ ആ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതുപോലെ നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ എങ്ങനെ എക്സസൈസ് ചെയ്യുന്നു, ആ സൈഡ് എഫക്ട്സ് നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ഇതെല്ലാം അതിന്റെ ലോങ് ടേം സക്സസിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ GLP-1 മെഡിക്കേഷൻ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബേസ് ലൈൻ ഹെൽത്ത് ആദ്യം നിങ്ങൾ അറിയണം. GLP-1 തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോഡി ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് ആക്ച്വലി വെയിറ്റ് ലോസ് മെഷർ ചെയ്യാൻ മാത്രമല്ല, നിങ്ങളുടെ ഓവറോൾ മെറ്റബോളിക് ഹെൽത്ത് എത്രത്തോളം ഇംപ്രൂവ് ആയി എന്നുള്ളത് മെഷർ ചെയ്യാൻ സഹായിക്കും. കാരണം നിങ്ങൾ ചെയ്യേണ്ട ബേസിക് ടെസ്റ്റുകൾ ഉണ്ട്. അത് നിങ്ങളുടെ എൻഡോക്രൈനോളജിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡോക്ടറാണോ കൺസൾട്ട് ചെയ്യുന്നത് അവർ പറഞ്ഞു തരും. ബട്ട് സ്റ്റിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതുപോലെ HbA1c, ഫാസ്റ്റിംഗ് ഇൻസുലിൻ, തൈറോയിഡ് ഫംഗ്ഷൻ, ലിപ്പിഡ് പ്രൊഫൈൽ, നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ ഒരു ബേസിക് മെറ്റബോളിക് പാനൽ നിങ്ങൾ എടുക്കണം. ഇതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ വെയിറ്റ് ലോസ് മാത്രമല്ല മെഷർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളും ഓവറോൾ മെറ്റബോളിക് ഹെൽത്ത് എത്രത്തോളം ഇംപ്രൂവ് ചെയ്തെന്ന് ഹെൽപ്പ് ചെയ്യാനും പിന്നീട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫസ്റ്റ് ഇഞ്ചക്ഷൻ, അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ സൈഡ് എഫക്ട് ഉണ്ടെന്ന് അറിയാം. സോ ഡോക്ടേഴ്സ് നോസിയ ഒരു സൈഡ് എഫക്ട് ആണ്. സോ നോസിയ വന്നതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ അത് വരുന്നതിന് മുമ്പേ നിങ്ങൾ ബെറ്റർ പ്രിപ്പയർഡ് ആയിരിക്കുക, അല്ലെ? സൈഡ് എഫക്ട് വന്നതിന് ശേഷം അതിനുവേണ്ടി പ്രിപ്പയർ ആവരുത്. ഇലക്ട്രോലൈറ്റ്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുക, എസ്പെഷ്യലി സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. സോ ആ ഒരു ഫസ്റ്റ് വീക്കിനെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു സൈഡ് എഫക്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് നിങ്ങൾ പ്രിപ്പയർ ആയിരുന്നാൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്ക് ആണ്. GLP-1 മെഡിക്കേഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ അപ്പിറ്റൈറ്റ്, വിശപ്പ് ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യും. അങ്ങനെ സപ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുഡ് ഹാബിറ്റ് ഇറ്റ്സെൽഫ് അത് നിങ്ങൾ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് ഭയങ്കരമായിട്ട് കുറയും. സോ അപ്പിറ്റൈറ്റ് കുറഞ്ഞതിന് ശേഷം പ്രോട്ടീൻ ഹാബിറ്റ് ബിൽഡ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു പ്രോട്ടീൻ ഇൻടേക്ക് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം, നിങ്ങൾ ഫിക്സ് ചെയ്യണം, നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം, അതെടുത്ത് തുടങ്ങുകയും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പ്രോട്ടീൻ ഇൻടേക്ക് കുറയും, ഫുഡ് ഇൻടേക്ക് കുറയുമ്പോൾ മസിൽ ലോസ് കൂടും. മസിൽ ലോസ് കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓവറോൾ മെറ്റബോളിസത്തിന് അഫക്ട് ചെയ്യും. പിന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി അത് അവിടെ തന്നെ സ്റ്റക്ക് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഡേ 1 മുതൽ നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു പ്രയോറിറ്റിയാണ് പ്രോട്ടീൻ ഇൻടേക്ക്. അഡിക്വേറ്റ് പ്രോട്ടീൻ നമുക്ക് ഉണ്ടാവണം. അതിന് നിങ്ങൾ GLP-1 തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ പ്രോട്ടീൻ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഇഞ്ചക്ഷൻ ഡേ, നിങ്ങൾ ഏത് ദിവസം ഇഞ്ചക്ഷൻ എടുക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 24-48 മണിക്കൂർ വരെയാണ് കൂടുതൽ സൈഡ് എഫക്ട്, ഫസ്റ്റ് 2 days. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോയിങ് ഡേ വർക്ക് ലോഡ് കുറവുള്ള ദിവസം നിങ്ങൾ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നതായിരിക്കും പ്രാക്ടിക്കലി കുറച്ച് ബെറ്റർ. ഫോർ എക്സാമ്പിൾ സാറ്റർഡേ സൺഡേ എനിക്ക് വർക്കൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഒരു ടെമ്പററി നോസിയ അല്ലെങ്കിൽ ഫറ്റീഗ് അല്ലെങ്കിൽ ഹെഡ് ഏക്ക് പോലെയുള്ള സിംറ്റംസ് വന്നാൽ പോലും അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നിങ്ങൾ ഇഞ്ചക്ഷൻ ഡേ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ മൺഡേ പോയി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്യൂസ്ഡേ, വെനസ്ഡേ നിങ്ങൾക്ക് ഓഫീസിൽ പോകണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. സോ ഫ്രൈഡേ ഇസ് പ്രിഫേർഡ്. അതാണ് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എന്റെ ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട്, എന്റെ റിലേറ്റീവ്സിന് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് റെറ്റാട്രൂട്ടൈഡ് ആണ്. GLP-1, GIP, ഗ്ലൂക്കഗോൺ ട്രിപ്പിൾ ആഗണിസ്റ്റ് ആണ്, ട്രിപ്പിൾ റിസെപ്റ്റേഴ്സ് ആണ്. ഇതിൽ മൊഞ്ചാരോ ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ആണ്, അല്ലെ? GLP-1 ആൻഡ് GIP ഉണ്ട്. ഒസംബിക് ആണെന്നുണ്ടെങ്കിൽ ഓൺലി റിസ്ക് അപ്പിറ്റൈറ്റ് വിൽ കൺട്രോൾ, അതായത് വിശപ്പിന് മാത്രം കൺട്രോൾ ചെയ്യും. GLP-1 മാത്രമാണ്. സോ ഈ മൂന്നും ഇപ്പോ സെമാഗ്ലൂട്ടൈഡ് ആണെങ്കിലും ട്രെസാപ്പിറ്റൈഡ് ആണെങ്കിലും ടെട്രാട്രൂട്ടൈഡ് ആണെന്നുണ്ടെങ്കിലും മൂന്നും GLP-1 മെഡിക്കേഷൻ ആണ്. പക്ഷേ സെമാഗ്ലൂട്ടൈഡിൽ നിന്ന് ട്രെസാപ്പിറ്റൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡീഷണൽ റിസെപ്റ്റർ വരുന്നുണ്ട് GIP. ട്രെസാപ്പിറ്റൈഡിൽ നിന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെറ്റാട്രൂട്ടൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ഗ്ലൂക്കഗോൺ കൂടി വരുന്നുണ്ട്. ദാറ്റ് ചേഞ്ച് ദ ഗെയിം കംപ്ലീറ്റ്ലി. പക്ഷേ ഞാനത് റെറ്റൈനെ പറ്റി ഇവിടെ പറയാത്തതിന് കാരണം FDA അപ്രൂവ്ഡ് അല്ല. പക്ഷെ ഞങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നത് റെറ്റാട്രൂട്ടൈഡ് ആണ്, കാരണം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് അതാണ്. ഇനി ഓക്കെ, അടുത്ത കാര്യം എന്നുള്ളത് ഹയസ്റ്റ് ഡോസിലേക്ക് എത്തുക എന്നുള്ളതല്ല ലക്ഷ്യം. എല്ലാവരും ഹൈ ഡോസ് എങ്ങനെ എത്താം അതാണ് ഗോൾ. കാരണം മാക്സിമം വെയിറ്റ് ലോസ് ആണ് എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ അത് തെറ്റാണ്. നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ലോവസ്റ്റ് എഫക്റ്റീവ് ഡോസ്.
ലോവസ്റ്റ് ഡോസ് അല്ല, ലോവസ്റ്റ് എഫക്റ്റീവ് ഡോസ് എന്ന് പറഞ്ഞാൽ അപ്പിറ്റൈറ്റ് കൺട്രോൾ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ബോഡീനെ ന്യൂട്രീഷ്യസ് ഫുഡും പ്രോട്ടീനും എടുക്കാൻ അനുവദിക്കണം. ഇൻടേക്ക് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ഞാൻ പറഞ്ഞ കുറഞ്ഞ ലോവസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡോസ്. ലോവസ്റ്റ് ഡോസ് എന്നല്ല ഉദ്ദേശിച്ചത് ഹയസ്റ്റ് ഡോസ് എടുക്കുകയും ചെയ്യരുത്, ലോവസ്റ്റ് ഇഫക്റ്റീവ് ഡോസ്. അതായത് നിങ്ങളുടെ അപ്പറ്റൈറ്റ് കുറയ്ക്കണം, ഒരു ഹെൽത്തി ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റണം, അറ്റ് ദ സെയിം ടൈം ന്യൂട്രീഷ്യസ് ഫുഡും ആവശ്യത്തിനുള്ള കാലറിയും ഇൻടേക്ക് ചെയ്യാൻ പറ്റണം. കൂടുതൽ ഡോസ് എടുത്ത് അപ്പറ്റൈറ്റും കംപ്ലീറ്റ് കുറച്ച് നമുക്ക് ഫുഡും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ട് ഒരു കാര്യമില്ല. സോ ലോവർ ഡോസ് നിങ്ങൾക്ക് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോസ് ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് ലോവർ ഡോസ് ആണ് എടുക്കുന്നത്, നിങ്ങളുടെ അപ്പറ്റൈറ്റിന് അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിന് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് ആവശ്യത്തിന്, എങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് നിങ്ങളുടെ ലോവസ്റ്റ് എഫക്റ്റീവ് ഡോസ്, അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പിന്നെ വേറൊരു ഇഷ്യൂ വരുന്നത് സൾഫർ ബൾബ്സ് ആണ്. അത് കൂടുതലും ഫുഡ് ട്രിഗർ കൊണ്ടാണ് ഉണ്ടാകുന്നത്. കോമൺ കംപ്ലൈന്റ് ആണ് ഞാൻ കേട്ടിട്ടുള്ളത് പലരിലും. റെക്ടാട്രോടൈഡിൽ ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ, മറ്റേതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇൻഫാക്ട് അതാണ് റെക്ടാട്രോടൈഡ് ഇസ് മൈ ഫേവറേറ്റ്. ഐ നെവർ ട്രൈഡ് ദ അതർ ടു. ആക്ച്വലി ചില ഫുഡുകൾ ട്രിഗർ ചെയ്യും ഈ സൾഫർ ബൾബ്സിന്. അത് ചിലപ്പോൾ ചിലരിൽ എഗ് ആയിരിക്കും, ചിലരിൽ ഗാർലിക് ആയിരിക്കും, ഓനിയൻ ആയിരിക്കും, ബ്രക്കോളി, കോളിഫ്ലവർ, പ്രോട്ടീൻ ബാർസിലുള്ള ഷുഗർ, ആൽക്കഹോൾ, അങ്ങനെയൊക്കെ ആയിരിക്കും. സോ നിങ്ങൾ ഈവൻ സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുന്നത് പോലും ചിലപ്പോൾ എക്സ്ട്രാ എയർ സ്വാലോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സിംറ്റംസിനെ വേഴ്സൺ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് അപ്പോൾ ട്രിഗർ ഫുഡ്സിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, എന്ത് കഴിക്കുമ്പോഴാണ് എനിക്ക് ആ സൾഫർ ബൾബ്സ് ഉണ്ടാവുന്നത് നോക്കുക, ആൻഡ് ദെൻ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിംറ്റംസ് സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കോൾഡ് ഇഞ്ചക്ഷൻസ് മിക്കവാറും അവോയ്ഡ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തതിന് ശേഷം കുത്തിവെക്കുമ്പോൾ ഒരു സ്റ്റിങ്കി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ആ മെഡിക്കേഷൻ എടുത്തിട്ട് ആ പെൻ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ഒരു 15-30 മിനിറ്റ്സ് ഒരു റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കംഫർട്ടബിളി നിങ്ങൾക്ക് അത് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും. സോ മാനുഫാക്ചറർ എന്താണോ പറയുന്നത് ആ സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം 15-30 മിനിറ്റ്സ് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചെന്ന് വെച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു ഇഷ്യൂ ഞാൻ കണ്ടേക്കുന്നത് ഹെഡ് ഏക്ക് വരുന്നുണ്ട്. ഹെഡ് ഏക്ക് വരുമ്പോൾ നിങ്ങൾ ഇലക്ട്രോലൈറ്റ്സ് കൂടുതൽ കൂട്ടി കുടിക്കുക. പിന്നെ ഈ ഹെഡ് ഏക്ക് വരാനുള്ള കാരണം അത് ഇഞ്ചക്ഷൻ മാത്രമല്ല, ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് അത് കോമൺ കംപ്ലൈന്റ് ആണ്, പക്ഷെ ആ മെഡിക്കേഷൻ മാത്രമല്ല അതിന്റെ കാരണം. ആക്ച്വലി ആ മെഡിക്കേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പറ്റൈറ്റ് കുറയും. അപ്പൊ നിങ്ങൾ എന്ത് സംഭവിക്കും, ഫുഡ് ഇൻടേക്ക് കുറയും. അപ്പൊ നാച്ചുറലി സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം കുറയും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഹെഡ് ഏക്കിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എസ്പെഷ്യലി ഇഞ്ചക്ഷൻ ഡേയുടെയും അതിന്റെ നെക്സ്റ്റ് ഡേയുടെയും അന്ന് നിങ്ങൾ കൂടുതൽ ഹൈഡ്രേറ്റഡ് ആവുക, കൂടുതൽ ഇലക്ട്രോലൈറ്റ് ഇൻടേക്ക് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഇഷ്യൂ ആണ് കോൺസ്റ്റിപ്പേഷൻ. സോ കോൺസ്റ്റിപ്പേഷൻ നിങ്ങൾ വരുമ്പോൾ മാനേജ് ചെയ്യുമ്പോൾ നിങ്ങൾ മഗ്നീഷ്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാരണം കോൺസ്റ്റിപ്പേഷൻ ഒരു കോമൺ പ്രോബ്ലം ആണ്. പലരും മഗ്നീഷ്യം യൂസ് ചെയ്യും, പക്ഷേ ഏത് ഫോം ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ജനറലി ബെറ്റർ ആയിട്ടുള്ള അബ്സോർബ്ഡ് ആയിട്ടുള്ള ഒരു ജെന്റിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ മഗ്നീഷ്യം ഓക്സൈഡ് എല്ലാവർക്കും എഫക്റ്റീവ് ആവണമെന്നില്ല. ഇനി സിവിയർ കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത് മഗ്നീഷ്യം സിട്രേറ്റ് അത് ഷോർട്ട് ടേം ആയി എടുക്കും, പക്ഷെ സ്ട്രോങ്ങർ എഫക്റ്റ് ആണ്. പക്ഷെ അതിന്റെ ഓവർ യൂസ് ഒഴിവാക്കണം, കാരണം അതിന് ഒരുപാട് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർസിസ്റ്റന്റ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ തന്നെ കാണണം. അതനുസരിച്ചിട്ട് നിങ്ങൾ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത് കൺസൾട്ട് ചെയ്ത് തന്നെ അത് സോൾവ് ചെയ്യണം. പിന്നെ ആൽക്കഹോൾ, നിങ്ങൾ സാധാരണ ആൽക്കഹോൾ കഴിക്കുന്നത് ഇപ്പൊ കഴിക്കുന്നത് രണ്ടും ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യും. അതിന് കാരണം ഞാൻ പറയാം. പക്ഷേ ആൽക്കഹോൾ നിങ്ങൾ മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ ചാൻസ് ഉണ്ട് നിങ്ങൾ ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്യും. GLP-1 തുടങ്ങി കഴിഞ്ഞാൽ, തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവലി അതിന്റെ ഇൻടേക്ക് കുറഞ്ഞു വരും. ഒരു 2 മാസം ആകുമ്പോഴേക്കും നിങ്ങൾ ആൽക്കഹോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ എത്ര ആൽക്കഹോൾ അഡിക്റ്റ് ആയിരുന്നെങ്കിലും, എന്റെ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ബിയർ കുടിക്കുന്നത് അതിന്റെ ടേസ്റ്റിന് വേണ്ടി മാത്രമായിരുന്നു, ഇവൻ കിക്കിന് വേണ്ടി പോലും അല്ല. അങ്ങനെയുള്ളവർ പോലും ആ ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാതിരുന്ന ആൾക്കാർ പോലും ദേ സ്റ്റാർട്ടഡ് ഡിസ്ലൈക്കിംഗ് ദ ടേസ്റ്റ്, ഇതിന്റെ ഒരു ഇമ്പാക്ട് കാരണം. അങ്ങനത്തെ ജങ്ക് കാര്യങ്ങളെല്ലാം ഒഴിവാകുന്നുണ്ട്. ഞാനിത് റെറ്റാട്രൂട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കൂടുതലും. അതേഴ്സ് ഓൾസോ എനിക്ക് അങ്ങനെ തന്നെയാണ്. കാരണം GLP-1 GLP-1 അല്ലെ, അപ്പൊ അത് സെയിം തന്നെയാണ്. സോ നിങ്ങൾ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ ഇൻടേക്ക് ആക്ച്വലി കുറയും ടെക്നിക്കലി. പക്ഷേ ചില ആൾക്കാരിൽ ഇത് എടുത്തതിന് ശേഷം ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്പാക്ട് വേറെ ആയിരിക്കും. കാരണം ആൽക്കഹോൾ അബ്സോർബ് ചെയ്യുന്ന പാറ്റേൺ മാറും. പണ്ട് അബ്സോർബ് ചെയ്യുന്നത് ഇപ്പൊ അബ്സോർബ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇഫക്ട് ഡിലേഡ് ആയിട്ട് തോന്നും. കാരണം വയർ കൂടുതൽ നേരം ഫുൾ ആയിരിക്കും. അപ്പൊ ബ്ലഡ് സ്ട്രീമിലേക്ക് ആൽക്കഹോൾ എത്തുന്നത് കുറച്ച് വൈകിയായിരിക്കും. നിങ്ങൾ കുടിക്കുന്ന സമയത്തായിരിക്കില്ല, കുറെ കൂടി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് കൂടുതൽ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ഇഫക്ട് പിന്നെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എക്സ്ട്രാ കോഷൻ ആവശ്യമാണ്. പക്ഷേ മോസ്റ്റ്ലി ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെയിറ്റ് ലോസ് കുറയുന്നതിനേക്കാളും കൂടുതൽ ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് അവരെ ഒഴിവാക്കണം എന്ന് പറയുന്നത്, ഞാൻ സിംപ്ലി പറയുന്നത് നിങ്ങൾ റെറ്റാട്രൂട്ടൈഡ് എടുത്തോളൂ അല്ലെങ്കിൽ GLP-1 എടുത്തോളൂ, നിങ്ങൾ ആൽക്കഹോൾ കൺസംഷൻ കുറയും.
ഉറപ്പായിട്ട് 2 മാസത്തിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്യും. അതുകൂടാണ്ട് ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ബോഡിക്ക് ഉണ്ടാവും. ഓക്കെ, കാരണം വെയിറ്റ് ലോസ് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ സെക്കൻഡറി കാര്യം. പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആൽക്കഹോൾ കൺസംഷൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇഞ്ചക്ഷൻ സൈറ്റ്സ് റൊട്ടേറ്റ് ചെയ്യണം. സെയിം സ്പോട്ടിൽ തന്നെ റിപ്പീറ്റഡ്ലി ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. റിപ്പീറ്റഡ് ഇഞ്ചക്ഷൻ ആ സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂസിൽ ചേഞ്ചസ് ഉണ്ടാക്കാം, അവിടെ ഫാറ്റി ടിഷ്യൂസ് വരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ അബ്സോർപ്ഷൻ അതിന്റെ ഒരു കൺസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അബ്ഡോമെന്റെ 2 സൈഡിൽ, തൈസിൽ, അപ്പർ ആംസിൽ, അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഏരിയാസിൽ നിങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വേറൊരു കാര്യമുണ്ട്, ട്രിസെപ്റ്റൈഡ് ഉപയോഗിക്കുന്ന ലേഡീസിന്റെ ഓറൽ കോൺട്രസെപ്ഷൻ സൂക്ഷിക്കണം. കാരണം ട്രിസെപ്റ്റൈഡ് തുടങ്ങുമ്പോഴും ആ ഒരു ഡോസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്തൊക്കെ കോൺട്രസെപ്റ്റീവ് പിൽസിന്റെ അബ്സോർപ്ഷൻ ടെമ്പററി ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ഡോക്ടറിനോട് സംസാരിക്കണം. കോൺട്രസെപ്ഷൻ പ്ലാൻസ് പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്യണം. ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ അഡീഷണൽ കോൺട്രസെപ്ഷൻസ് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും ആ ഒരു സിറ്റുവേഷനിൽ. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനിയുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് 3 months, ഫസ്റ്റ് 90 days, അതാണ് നിങ്ങളുടെ ഈ ജേർണിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ആദ്യത്തെ 90 days അപ്പിറ്റൈറ്റ് സിഗ്നിഫിക്കന്റ്ലി കുറവായിരിക്കും. അതൊരു യുണീക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ടാം ഒരു ഓപ്പർച്യൂണിറ്റിയോ ഒരു സെക്കൻഡ് വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഈ സമയത്ത് നിങ്ങൾ സിംപ്ലി റാപ്പിഡ് വെയിറ്റ് ലോസ് മാത്രം അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം. കൺസിസ്റ്റന്റ്ലി പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കണം. കറക്റ്റ് ടൈം ഫിക്സ് ചെയ്ത് കാലറീസ് ഇൻടേക്ക് എടുക്കണം. പ്രോട്ടീൻ എടുക്കണം. റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യണം. നല്ല സ്ലീപ്പ് എൻഷുർ ചെയ്യണം. പ്രോപ്പർ ഹൈഡ്രേഷൻ വേണം. ഹെൽത്തിയർ ഈറ്റിംഗ് പാറ്റേൺ വേണം. സോ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ആദ്യത്തെ 3 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് അത് ബിൽഡ് ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റർ നമുക്ക് മെയിൻ്റനൻസ് ഫേസിലേക്ക് വരുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. സോ ഹാബിറ്റ് ബിൽഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിലോ പിന്നീട് നിങ്ങൾക്ക് അപ്പറ്റായിട്ട് പഴയ പോലെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പഴയ പാറ്റേണിലേക്ക് പോകും. അത് ഭയങ്കരമായിട്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ 3 മാസം ചെയ്തോ കാര്യങ്ങളോട് ഒരു ഗുണമില്ലാണ്ടായി. ഓക്കെ, അതുപോലെ ഹംഗ്രി, നമ്മുടെ ആ ഒരു ഹങ്കർ, ആ ഒരു ഫീൽ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യണ്ട. മെഡിക്കേഷന്റെ ഗോള് നമുക്ക് ഹങ്കർ ഇല്ലാണ്ടാക്കുക, വിശപ്പില്ലാണ്ടാക്കുക എന്നുള്ളതല്ല. ഹെൽത്തി ഹങ്കർ എപ്പോഴും വേണം. സി ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പറ്റൈറ്റ് റിഡക്ഷൻ ആൻഡ് ഹങ്കർ എലിമിനേഷൻ. ഹങ്കർ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കഴിക്കില്ല. പിന്നെ അപ്പറ്റൈറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് കഴിക്കാനുള്ള ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി വേണം. സോ മെഡിക്കേഷൻ ഹെൽത്തി ചോയ്സസ് ഈസിയർ ആക്കണം. ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം, പ്രോട്ടീൻ കഴിക്കണം, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണം. സോ കംപ്ലീറ്റ്ലി അപ്പറ്റൈറ്റിനെ സപ്രസ് ചെയ്താൽ നമ്മുടെ പ്രോപ്പർ ന്യൂട്രീഷൻ ഇമ്പോസിബിൾ ആവും. സോ പ്രോട്ടീൻ ഇൻടേക്ക് കുറയും, കാലറീസ് ഭയങ്കര ലോ ആവും, ഫറ്റീഗ് ഉണ്ടാവും, ഹെഡേക്ക് ഉണ്ടാവും, മസിൽ ലോസ് കൂടും, മെറ്റബോളിസത്തിന് അഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോവസ്റ്റ് എഫക്റ്റീവ് ഡോസ് അത് നിങ്ങൾ എടുക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് നിങ്ങൾക്ക് അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യണം, ബട്ട് അറ്റ് ദ സെയിം ടൈം ന്യൂട്രീഷൻ ഫുഡ് കഴിക്കാനും പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട്, GLP ക്രാഷ് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകും. ചിലർക്ക് വിശപ്പില്ലാത്തതിനാൽ എക്സ്ട്രീംലി ഭയങ്കര കുറവ് ഫുഡ് കഴിക്കും. അപ്പൊ ഇനീഷ്യലി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യും വെയിറ്റ്. പക്ഷെ പിന്നീട് നിങ്ങളുടെ എനർജി പോകും, നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് വരും, ഓൾവേസ് ആ ഒരു കോൾഡ് ഫീൽ ആയിരിക്കും, ഫറ്റീഗ് കൂടും, വെയിറ്റ് ലോസും സ്റ്റോപ്പ് ചെയ്യും കുറെ കഴിയുമ്പോൾ. കാരണം മെറ്റബോളിസം കുറയും, ബോഡി അഡാപ്റ്റ് ചെയ്യും, ബോഡി സർവൈവൽ മോഡിലേക്ക് പോകും, എനർജി കൺസർവേഷൻ മോഡിലേക്ക് പോകും, മെറ്റബോളിസത്തിന് അഫക്ട് ചെയ്യും. സോ വെയിറ്റ് ലോസ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ഡബിൾ ഡോസ് എടുക്കേണ്ടി വരും, അപ്പോഴും ഇതേപോലെ തന്നെ സംഭവിക്കും. സോ അപ്പൊ നിങ്ങൾക്ക് എനർജി ഇൻടേക്ക് ടു ലോ ആയതിന്റെ സിഗ്നൽ ആണ്. അപ്പൊ ബോഡി എനർജി സേവിംഗിലേക്ക് പോകും. സോ സൊല്യൂഷൻ എന്താണ്? ഡോസ് കൂട്ടുക എന്നുള്ളതല്ല, കാലറി എടുക്കുക. നിങ്ങൾക്ക് വിചാരിക്കുന്നത് ഓപ്പോസിറ്റ് ആണല്ലോ, ബട്ട് അതാണ് അതിന്റെ സൊല്യൂഷൻ. സോ ഇനഫ് പ്രോട്ടീൻ കൊടുക്കുക, ഒരു മീൽ പ്ലാൻ ഉണ്ടാക്കുക, ഒരു പ്രോപ്പർ പ്ലാൻ സ്കെഡ്യൂൾ ഉണ്ടാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫുഡും കാലറിയും പ്രോട്ടീൻ എല്ലാം പോകും. സോ ഹങ്കർ വരുന്നത് വരെ കാത്തിരിക്കാതെ കറക്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് അവർ ന്യൂട്രീഷൻ പ്ലാൻ ഫോളോ ചെയ്യുക. സോ ബോഡീനെ സ്റ്റാർവേഷൻ മോഡിലേക്ക് എത്തിക്കാതിരിക്കുക. അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് മെറ്റബോളിസത്തിനൊക്കെ അഫക്ട് ചെയ്യുന്നത്. എപ്പോഴും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാലറി ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. കാലറി ഇൻടേക്ക് ആവശ്യത്തിന് ഉണ്ടാവുക, പ്രോട്ടീൻ ഇൻടേക്ക് ആവശ്യത്തിന് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ചില പ്ലേറ്റ്യൂസ്, ചില പീക്സ് എത്തും വെയിറ്റ് ലോസ്. ഒരു സ്റ്റേജിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും, ഒരു പ്ലേറ്റ് ഒരു പീക്കിലേക്ക് എത്തും. അത് നോർമൽ ആണ്. ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ മെറ്റബോളിസം അതായിട്ട് അഡാപ്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സർവൈവൽ മോഡിലേക്ക് പോകും. സോ എവറി പ്ലേറ്റ് മീൻസ് മെഡിക്കേഷൻ സ്റ്റോപ്പ് വർക്കിംഗ് അല്ല, അങ്ങനെ കരുതരുത്. അത് കുറെ നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ ചെയ്യണം, നിങ്ങളടുത്ത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഡോസ് കൂട്ടണോ വേണ്ടെന്ന് ആലോചിക്കണം. കാലറി ഇൻടേക്കിനെ പറ്റി ഒന്ന് റിവ്യൂ ചെയ്യണം, പ്രോട്ടീൻ ഇൻടേക്കിനെ പറ്റി റിവ്യൂ ചെയ്യണം, എക്സസൈസ് കൺസിസ്റ്റൻസിനെ പറ്റി നോക്കണം, സ്ലീപ്പ്, കോൺസ്റ്റിപ്പേഷൻ, കറന്റ് ഡോസ്, അതെല്ലാം നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾ നോക്കേണ്ടി വരും. അല്ലാതെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആയത് കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഡോസ് കൂട്ടുക എന്നുള്ളതല്ല അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഈ ജേർണിയിൽ ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ടുള്ള 2 കാര്യങ്ങൾ എൻറ്റയർ GLP ജേർണിയിൽ നിങ്ങൾ നോക്കേണ്ടത് 2 ഹാബിറ്റ്സ് ആണ്. ഒന്ന് അഡിക്വേറ്റ് പ്രോട്ടീൻ ഇൻടേക്ക്, 2 റെസിസ്റ്റൻസ് ട്രെയിനിങ്.
സോ ഇതില്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് സംഭവിക്കുന്നതിന്റെ കൂട്ടത്തിൽ സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് മസിൽ ലോസ് പോകും. മസിൽ വരുമ്പം മസിലാണ് ബോഡിയുടെ മെറ്റബോളിക് എഞ്ചിൻ. മസിൽ ലോസ് വന്നു കഴിയുമ്പോൾ മെറ്റബോളിസം കുറയും. മസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ റെസ്റ്റിംഗ് ടൈമിലും മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കും, നിങ്ങളുടെ ബോഡി ഫാറ്റ് ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ മസിൽ പ്രിസർവ് ചെയ്യണം, മെറ്റബോളിസത്തിനെ ബെറ്റർ ആക്കണം. മസിൽ പ്രിസർവ് ചെയ്താലാണ് മെറ്റബോളിസം ബെറ്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. സോ നിങ്ങൾ ബോഡിനോട് പറയണം ഈ മസിൽസ് എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെയാണ് ബോഡിയായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? സ്ട്രെങ്ത് ട്രെയിനിങ്, ലെഗ്, ചെസ്റ്റ്, ബാക്ക്, ഇമ്പോർട്ടന്റ് മസിൽസിന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 3-4 ഡേയ്സ് വീക്കിലി നിങ്ങൾ ട്രെയിൻ ചെയ്യണം. സോ നിങ്ങൾ മസിലിനെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ സ്ട്രോങ് ആവും, മെറ്റബോളിസം ബെറ്റർ ആവും. മെറ്റബോളിസം ബെറ്റർ ആയാൽ വെയിറ്റ് റീഗെയിൻ ചെയ്യുന്ന റിസ്ക് കുറയ്ക്കാനും സഹായിക്കും. അല്ലെങ്കിൽ മെറ്റബോളിസം പൂർ ആവും, വെയിറ്റ് റീഗെയിൻ ചെയ്യും. സോ നമ്മുടെ ഗോൾ എന്താണ്? ആ വെയിറ്റ് സ്കെയില് കുറയുക എന്നുള്ളത് മാത്രമല്ല, ഫാറ്റ് ലോസ് ചെയ്യണം, ബട്ട് അറ്റ് ദ സെയിം ടൈം മസിൽ പ്രിസർവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും വേണം, പ്രോട്ടീൻ ഇൻടേക്കും വേണം. സോ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? GLP-1 മെഡിക്കേഷന്റെ റിയൽ പർപ്പസ് എന്താണ്? സി, അപ്പിറ്റൈറ്റ് കുറയും, നിങ്ങൾ എന്തായാലും വെയിറ്റ് ലോസ് ഉണ്ടാവും, പക്ഷേ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടണം, മസിൽ പ്രിവെന്റ് ചെയ്യണം, മെറ്റബോളിസം ബെറ്റർ ആക്കണം. നിങ്ങൾ ഒരു ഹെൽത്തി ഹാബിറ്റ് ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. എല്ലാവരും ചിന്തിക്കുന്നത് മെഡിക്കേഷൻ യൂസ് ചെയ്യുക, വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക, പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകുന്നുള്ളതാണ്. അല്ല, നിങ്ങളുടെ ലൈഫേ മാറണം. എന്ത് ലൈഫാണോ നിങ്ങൾ ഈ നിലയിൽ എത്തിച്ചത്, ആ ലൈഫിലേക്ക് നിങ്ങൾ ഒരിക്കലും തിരിച്ചു പോകരുത്. ഏത് ലൈഫാണോ നിങ്ങളെ ബെറ്റർ ആക്കിയത്, ആ ലൈഫ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്താലും അവർ പഴയ നോർമൽ ലൈഫിലേക്ക് പോകരുത്. ബെറ്റർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. മെഡിക്കേഷൻ നിങ്ങളുടെ ഫുഡ് ക്രേവിങ്സിനെയും നിങ്ങളുടെ അപ്പറ്റൈറ്റിനെയും അത് കൺട്രോൾ ചെയ്യുന്നു. ആ ഒരു ഹെൽത്തി ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരാണ്. ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നത് ഈസിയർ ആക്കുകയാണ്. അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ നമ്മളൊരു ബൈസിക്കിൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ്? ആ ഒരു ട്രെയിനിങ് വീൽ ഉണ്ടാവും അല്ലെ? അതെന്തിനാണ്? അതെല്ലാം ഗോൾ. നമുക്ക് ബാലൻസ് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഗോൾ. അതുപോലെ തന്നെയാണ് മെഡിക്കേഷൻ അല്ല ഇവിടെ ഗോൾ. മെഡിക്കേഷൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം. ആ ഒരു ഹാബിറ്റ് ആയിരിക്കണം ഇനി നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതാണ് നിങ്ങളുടെ റിയൽ ഗോൾ. ചില ആൾക്കാർ ഡോക്ടേഴ്സിന്റെ സൂപ്പർവിഷനിൽ പിന്നീട് വേറെ എക്സ്ട്രാ ഡോസസ് ചെയ്യും. ചില ആൾക്കാർ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യും. ചില ആൾക്കാർക്ക് ലോങ് ടേമിലേക്ക് ലോവർ ഡോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതെല്ലാം നിങ്ങളുടെ ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇമ്പോർട്ടന്റ് തിങ് മെഡിക്കേഷൻ തുടരുമല്ലോ എന്നുള്ളതല്ല. മെഡിക്കേഷൻ ഉണ്ടായിരുന്നാലും ഇല്ലായിരുന്നാലും നിങ്ങളുടെ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്തോ എന്ന് ഉള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരു പ്രോപ്പർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഈ ഒരു സമയത്ത് ബിൽഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ബേസ് ലൈൻ ഹെൽത്ത് എന്താണെന്ന് അറിയുക, സ്റ്റാർട്ടിങ്ങിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുക, പ്രോട്ടീൻ പ്രയോറിറ്റി ആക്കുക, ഇഞ്ചക്ഷൻ ഡേ കറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ലോവസ്റ്റ് എഫക്റ്റീവ് ഡോസ് ഉപയോഗിക്കുക. ലോവസ്റ്റും അല്ല ഹയസ്റ്റും അല്ല, ലോവസ്റ്റ് എഫക്റ്റീവ്. ന്യൂട്രീഷൻ ഇൻടേക്ക് ഉണ്ടാവണം, ബട്ട് അപ്പിറ്റൈറ്റ് കുറയുകയും ചെയ്യണം. റൈറ്റ്? സൈഡ് എഫക്ട്സ് ഇന്റലിജന്റ്ലി മാനേജ് ചെയ്യണം. ഇലക്ട്രോലൈറ്റ്സ് ശ്രദ്ധിക്കണം. കോൺസ്റ്റിപ്പേഷൻ മാനേജ് ചെയ്യണം. ഇഞ്ചക്ഷൻ സൈറ്റ്സ് റൊട്ടേറ്റ് ചെയ്യണം. ആൽക്കഹോൾ ശ്രദ്ധിക്കണം. ട്രെസപെറ്റൈഡ് യൂസ് ചെയ്യുന്ന ലേഡീസ് കോൺട്രസെപ്ഷൻ പ്രോപ്പറായിട്ട് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റ് 90 ഡേയ്സ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ പീരിയഡ് ആയിട്ട് ഉപയോഗിക്കണം. ഹെൽത്തി ഹങ്കർ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യരുത്. ഹങ്കർ വേണം, പക്ഷേ അപ്പിറ്റൈറ്റ് കുറയ്ക്കണം. ടു ലിറ്റിൽ ഈറ്റിംഗ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത്. GLP ക്രാഷ് ഉണ്ടാവും, അത് ഉണ്ടാവാതിരിക്കാൻ നോക്കുക. ആവശ്യത്തിന് ഫുഡ് കഴിക്കുക. സോ ഈ പ്ലേറ്റ്യൂസ് എന്ന് പറയുന്നത് ഒരു പീക്കിൽ എത്തുക, വെയിറ്റ് ലോസ് അവിടെ സ്റ്റോപ്പ് ആവുന്നുള്ളത് നോർമൽ ആണെന്ന് മനസ്സിലാക്കുക. പ്രോട്ടീൻ ഇൻടേക്ക്, റെസിസ്റ്റൻസ് ട്രെയിനിങ് ത്രൂ ഔട്ട് ദ ജേർണി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് കണ്ടിന്യൂ ചെയ്യാം. എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ട് GLP-1 മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂൾ ആണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ ലോങ് ടേം റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ മെഡിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ബിൽഡ് ചെയ്യുന്ന ഹാബിറ്റ്സ് ആണ്. സോ വെയിറ്റ് കുറക്കുക എന്നുള്ളത് മാത്രം ആവരുത് നിങ്ങളുടെ ഗോള്. മസിൽ പ്രിസർവ് ചെയ്യണം, മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം, ഹെൽത്തിനെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കണം. വർഷങ്ങൾ കഴിഞ്ഞാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ബിൽഡ് ചെയ്യണം. അതാണ് റിയൽ സക്സസ് ഓഫ് GLP ജേർണി. സോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ 1-to-1 കൺസൾട്ടേഷൻ GLP-യിലോ നിങ്ങളുടെ ഫിറ്റ്നസിലോ എന്തിനെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്യാം. യു ഹാവ് എ 1-to-1 സെഷൻ വിത്ത് മീ. സീ യു ദേർ. താങ്ക് യു.